അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പ്രമാണമായി സ്വീകരിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവുമൊക്കെ ചർച്ച ചെയ്തു പഠിക്കുന്ന സദസ്സിലും സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. പാരത്രിക ലോകത്ത് വലിയ സൽക്കർമ്മമായി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കാവുന്ന, വിശ്വസിക്കാവുന്ന, ഇഹലോക ജീവിതത്തിൽ തന്നെ സന്തോഷവും സംതൃപ്തിയും അള്ളാഹു നമുക്ക് നൽകാൻ കാരണമാകുന്ന, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ സഹായിക്കുന്ന ഒരു വലിയ സൽക്കർമ്മത്തിലാണ് അൽഹംദുലില്ലാ നമ്മളുള്ളത്. അള്ളാഹു ആ നിലക്ക് തന്നെ നമ്മിൽ നിന്ന് ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി ഇടതടവില്ലാതെ മുടങ്ങാതെ ഈ ഖുർആൻ പഠനവുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ അലനല്ലൂർ ഖുർആൻ പഠന ക്ലാസ്സിൽ സൂറത്തുൽ അംബിയ ആണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-12 ക്ലാസ്സുകളിലായി 9 ആയത്തുകളാണ് ഈ സൂറത്തിൽ നിന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് 10ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമുക്കൊരു ഉത്ബോധനമായി അവതരിപ്പിച്ചതാണ് എന്നും, പക്ഷെ ആളുകൾ പലപ്പോഴും അതിനെ ചിന്തിച്ചു പഠിക്കാൻ ഉപയോഗിക്കുന്നില്ല എന്നും പറയുന്ന ഒരു ആയത്താണ് 10ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് ആ ആയത്തിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആയത്തിലേക്ക് നോക്കാം. 10ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. ആദ്യം വാക്കുകളുടെ അർത്ഥം ഞാൻ പറയാം, പിന്നീട് നമുക്ക് ഒന്നിച്ച് ഓതി പറയുകയും ചെയ്യാം. ലഖദ് തീർച്ചയായും, അൻസൽന നാം ഇറക്കിയിട്ടുണ്ട്, ഇലൈക്കും നിങ്ങളിലേക്ക്, കിതാബൻ ഒരു വേദഗ്രന്ഥം, ഫീഹി ആ ഗ്രന്ഥത്തിലുണ്ട്, ദിക്റുക്കും നിങ്ങൾക്കുള്ള ഉപദേശം, ഉത്ബോധനം, അഫലാ തഅഖിലൂൻ എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. വാക്കുകൾ നോക്കുക. ലഖദ് തീർച്ചയായും, അൻസൽന നാം ഇറക്കിയിട്ടുണ്ട്, ഇലൈക്കും നിങ്ങളിലേക്ക്, കിതാബ ഒരു വേദഗ്രന്ഥം, ഫീഹി അതിലുണ്ട്, ദിക്റുക്കും നിങ്ങൾക്കുള്ള ഉപദേശം, അഫലാ തഅഖിലൂൻ എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചപ്പെടുത്തി പറയാണ്, നിങ്ങൾക്ക് ഉത്ബോധനമായിട്ടുള്ള, നിങ്ങൾക്ക് അഭിമാനം നൽകുന്ന, നിങ്ങൾക്ക് ഇസ്സത്ത് നൽകുന്ന, ഫഖ്ർ നൽകുന്ന, ഷറഫ് നൽകുന്ന, അതൊക്കെ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് വഴിയെ മനസ്സിലാകും. ഈ ഒരു ഗ്രന്ഥം ആ നിലക്ക് നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങൾ എന്താണ് അത് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്.
സഹോദരങ്ങളെ, ലഖദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, 200ഓളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഒരു വാക്കാണ്, ഒരു പ്രയോഗമാണ് ലഖദ് എന്ന പ്രയോഗം. 191 സ്ഥലത്തുണ്ട് എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഈ ഒരു വാക്കിന്റെ പ്രത്യേകത? ഹർഫു തഹ്ഖീഖിൻ. ഖദ് എന്നത് ഹർഫു തഹ്ഖീഖിൻ, അത് ഉറപ്പിച്ചു പറയാനുള്ള ഒരു വാക്കാണ്. ഇനി പറയാൻ പോകുന്നത് ഉറപ്പാണ് എന്ന് പറയാൻ വേണ്ടി ഒപ്പം വെക്കുന്ന ഒരു വാക്കാണ് ലഖദ്, ഖദ് എന്ന വാക്കുകൾ. എന്നാൽ ലഖദ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാലിയായ ഫിഅലിന്റെ കൂടെ മാത്രമേ വരുള്ളൂ. ഖദ് എന്നാണെങ്കിൽ മാലിയുടെ കൂടെയും ഉണ്ടാകും, മുലാരിഇന്റെ കൂടെയും ഉണ്ടാകും. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്, ജാഅ വന്നു, യജീഉ വരുന്നു. ഈ വന്നു എന്നർത്ഥമുള്ള കഴിഞ്ഞുപോയ മാലിയായ ഫിഅലിന്റെ കൂടെ വരുന്ന വാക്കാണ് ലഖദ്. തീർച്ചയായും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുലാരിയായ ഫിഅലിന്റെ കൂടെ, മാലിയായ ഫിഅലിന്റെ കൂടെ, രണ്ടിന്റെയും കൂടെ വരുന്ന വാക്കാണ് ഖദ്. ലാമില്ലാതെ ഖദ്. അർത്ഥം ഒന്ന് തന്നെ, തഹ്ഖീഖാണ്, ഉറപ്പിച്ചു പറയാനുള്ളതാണ്. അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസം വരും. മാലിയുടെ കൂടെയാണ് വന്നതെങ്കിൽ ഉറപ്പായും സംഭവിച്ചു എന്നും, മുലാരിഇന്റെ കൂടെയാണ് വരുന്നത് എങ്കിൽ ചിലപ്പോ അങ്ങനെ ആകും എന്നാണ് അർത്ഥം. മനസ്സിലാവുണ്ടോ പറയണത്? ഒരു ഉദാഹരണം പറയാം. ജാഅ മുഹമ്മദ്, മുഹമ്മദ് വന്നു. ഖദ് ജാഅ മുഹമ്മദ്, തീർച്ചയായും മുഹമ്മദ് വന്നിട്ടുണ്ട്. ഖദ് യജീഉ മുഹമ്മദ്, മുഹമ്മദ് ചിലപ്പോ വരും. വരും എന്നതിന്റെ ഫിഅല് മുലാരിഇന്റെ കൂടെ ഖദ് വന്നപ്പോ ചിലപ്പോഴായി. മനസ്സിലാവുണ്ടോ പറയണത്? ജാഅ മുഹമ്മദ് എന്നതിന്റെ കൂടെ ഖദ് വന്നപ്പോൾ ഖദ് ജാഅ മുഹമ്മദ്, മുഹമ്മദ് വന്നിട്ടുണ്ട്. ഖദ് യജീഉ മുഹമ്മദ്, മുഹമ്മദ് ചിലപ്പോ വരും, ഉറപ്പില്ല എന്നൊരു അർത്ഥത്തിലേക്ക് അത് മാറും എന്ന് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിന്റെ കൂടെയാണ്, മുലാരിഇന്റെ കൂടെയാണ് വന്നത് എങ്കിലും അതിന്റെ അർത്ഥം ഉറപ്പായിരിക്കും. ധാരാളം തെളിവുകൾ അതിനുണ്ട്. ഒരു ആയത്ത് മാത്രം പറയാം. സൂറത്തുൽ അൻആമിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുകല്ലദീ യഖൂലൂൻ. അവര് താങ്കളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് താങ്കൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയും. അവിടെ ചിലപ്പോൾ അറിയും എന്നല്ല, അള്ളാഹുവിന്റെ അറിവിന്റെ കൂടെ വരുമ്പോൾ അത് മുലാരിയുടെ കൂടെ വന്നാലും ചിലപ്പോ എന്ന അർത്ഥത്തിലേക്ക് പോകൂല, തീർച്ചപ്പെടുത്തുന്ന അർത്ഥത്തിലേക്കാണ് പോകുക. ചുരുക്കി ഓർമ്മപ്പെടുത്താൻ അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് തീർച്ചയായും എന്നൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ലഖദ് എന്ന വാക്ക് ഈ ആയത്തിന്റെ തുടക്കത്തിൽ വന്നിട്ടുള്ളത്. എന്താണ് തീർച്ചപ്പെടുത്തി പറയുന്നത്? അൻസൽന, നാം അവതരിപ്പിച്ചിട്ടുണ്ട്. ലഖദ് അൻസൽന, തീർച്ചയായും ഞാൻ ഇറക്കി തന്നിട്ടുണ്ട്. ഇനി അതിൽ സംശയമൊന്നും വേണ്ട, ഇറക്കിയതിൽ സംശയം വേണ്ട, ഞാനാണ് ഇറക്കിയത് എന്നിലും സംശയം വേണ്ട. ലഖദ് അൻസൽന, തീർച്ചയായും നാം അവതരിപ്പിച്ചിട്ടുണ്ട്, ഇറക്കി തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ വാക്ക് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസൽന, അവിടെ ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ മാലിയുമുണ്ട്, അതിന്റെ ഫായിലുമുണ്ട്, ഇറക്കി എന്ന വാക്കുമുണ്ട്, ആരാണ് ഇറക്കിയത് എന്നുണ്ട്. അൻസൽന, അൻസല പ്ലസ് നഹ്നു ആണ് അൻസൽന, നാം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിയിലാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. എന്താണ്? അള്ളാഹു മുകളിലാണ്, ആകാശത്താണ്, ഉപരിയിലാണ് എന്നതിനുള്ള ഒരു തെളിവാണ് അൻസൽന എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നു. മുകളിൽ നിന്ന് താഴത്തേക്കുള്ള പ്രവർത്തിക്കാണ് എന്ത് പറയാ? ഇറങ്ങുക, ഇറക്കുക എന്നൊക്കെ പറയാം. അൻസൽനൽ ഹദീദ്, ഇരുമ്പിനെ ഇറക്കി തന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. കാരണം ഇരുമ്പ് ഭൂമിയിൽ ഉണ്ടാകേണ്ടുന്നതിന്റെ മൂലധാതുക്കൾ ആകാശത്തു നിന്നാണ് വരുന്നത് എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് വേറൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ എന്നതുകൊണ്ടാണ് ഇവിടെ അൻസൽന എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. സഹോദരങ്ങളെ, അള്ളാഹു ഉപരിയിലാണ് എന്ന് അറിയിക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ട്. കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, ചിലത് മാത്രം ഞാൻ നമ്പറൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക്
നമുക്കെല്ലാവർക്കും സുപരിചിതമായ, നമ്മൾ ഓതാറുള്ള, പലപ്പോഴും അതിൻ്റെ ഫളില് നമ്മൾ പറഞ്ഞിട്ടുള്ള 67-ാം അധ്യായം. അതിലെ 16-ാം ആയത്തിലും 17-ാം ആയത്തിലും അള്ളാഹു പറയാണ് മംഫിസ്സമാ, അള്ളാഹു ആകാശത്തുള്ളവനാണ്. അല്ലേ? ഖുർആൻ ചോദിക്കാണ് അമിൻതും മംഫിസ്സമാ അയ്യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. ആകാശത്തുള്ളവൻ ഭൂമിയിലേക്ക് നിങ്ങൾ ആഴ്ത്തിക്കളയുമെന്ന വിഷയത്തിൽ നിങ്ങൾക്ക് പേടിയില്ലേ? അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു അമിൻതും മംഫിസ്സമാ അയ്യുർസില അലൈക്കും ഹാസിബാ ഫസതഅലമൂന കൈഫ നദീർ. ആകാശത്തുള്ളവൻ നിങ്ങളിലേക്ക് ചിരൽ കാറ്റായി വർഷിക്കും, ചിരൽക്കാറ്റ് നിങ്ങളിലേക്ക് അയക്കും എന്നതിൽ നിങ്ങൾക്ക് പേടിയില്ലേ? ആകാശത്തുള്ളവൻ എന്നാണ് 2 ആയത്തിലും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്. 20-ാം അധ്യായം സൂറത്തു ത്വാഹ നമ്മൾ പഠിച്ചു പോയ സൂറത്താണ്. 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് അർ റഹ്മാൻ അലൽ അർശിസ്തവാ. പരമകാരുണികനായ അള്ളാഹു ഉപരിലോകത്തുള്ള അർശിനുമേൽ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ്, സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ മആരിജിലെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി. മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ഒക്കെ അങ്ങോട്ട് തന്നെ കയറിപ്പോകും, അള്ളാഹുവിലേക്ക് കയറിപ്പോകും. അപ്പോൾ അള്ളാഹു ഉപരിയിലാണ് എന്ന് ആ ആയത്തും നമുക്ക് അറിയിക്കുന്നുണ്ട്. സൂറത്തു സജ്ദ 32-ാം അധ്യായം 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി. അവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നിയന്ത്രിക്കുകയാണ്, ഉപരിയിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് നിയന്ത്രിക്കുകയാണ്. അപ്പൊ അള്ളാഹു ഉപരിയിലാണ് എന്ന് ആ ആയത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 49-50 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മലക്കുകളെ കുറിച്ചൊക്കെ ആദ്യം 49-ൽ പറഞ്ഞു വഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം കാണിക്കാത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവരുടെ മുകളിലുള്ള റബ്ബിനെ അവർക്ക് ഭയമാണ്, മുകളിലുള്ള അള്ളാഹുവിനെ അവർക്ക് ഭയമാണ്. അപ്പൊ അള്ളാഹു ഉപരിയിലാണ്. ഇത് പത്രത്തോളൊക്കെ പറയാനുണ്ടോ? പറയേണ്ടതുണ്ട്. കാരണം പിഴച്ച കക്ഷികൾ പിഴച്ചുപോയ വിവിധ വിഷയങ്ങളിലെ ഒരു വിഷയമാണ് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന വിശ്വാസം സ്വീകരിച്ചു എന്നത്. പിഴച്ച വിശ്വാസമാണ്. അപ്പോൾ അള്ളാഹു ഉപരിയിലാണ് എന്ന് ഇതും നമുക്ക് അറിയിച്ചു തരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 159-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമുക്ക് വീണ്ടും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതായിരുന്നാലും പറഞ്ഞതിന്റെ ചുരുക്കം, അള്ളാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. സൂറത്തുൻ നിസായിലെ 158-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഈസാ നബിയെ അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തത്, അവങ്കിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതും അള്ളാഹു ഉപരിയിലാണ് എന്നതിനുള്ള തെളിവാണ്. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമ എന്ന് ആ ആയത്തിൽ നമുക്ക് കാണാം. അല്പം ദീർഘമായ കൗതുകമുളവാക്കുന്ന ഒരു സംഭവം ഞാൻ ചുരുക്കി ഓർമ്മപ്പെടുത്താം. മഹാനായ മുആവിയത്ത് ബിനുൽ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു, മുആവിയത്ത് ബിനു അൽ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു പറയുകയാണ് ബൈന അന ഉസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ നിസ്കരിക്കുകയായിരുന്നു. ഇത് അതസ റജുലുൻ മിനൽ ഖൗമി, കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ നമസ്കരിക്കുന്ന കൂട്ടത്തിലെ ഒരാൾ തുമ്മി. അൽഹംദുലില്ലാ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഫഖുൽതു യർഹമുക്കല്ലാഹ്, അള്ളാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഫറമാനി അൽ ഖൗമു ബി അബ്സ്വാരിഹിം, എല്ലാവരും ഇന്നെങ്ങനെ നിസ്കാരത്തിലായിക്കൊണ്ട് ഇങ്ങനെ മിണ്ടാതെക്കാൻ വേണ്ടി നോക്കാൻ തുടങ്ങി. ഇത് മനസ്സിലായപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു മാ ശഅ്നുക്കും, എന്താ ഇപ്പം നിങ്ങളെ പ്രശ്നം? തൻളുറൂന ഇലയ്യ, നിങ്ങൾ എന്താ എല്ലാവരും ഇന്നെങ്ങനെ നോക്കണത്? ഫജഅലു യദ്രിബൂന ബി ഐദീഹിം അലാ അഫ്ഖാദിഹിം, അപ്പൊ അവരൊക്കെ അവരുടെ കൈകൊണ്ട് തുടയിൽ ഇങ്ങനെ കൊട്ടി. ചില ഹദീസിൽ കാണാം, ഇതിന്റെ വിശദീകരണത്തിൽ കാണാം, അന്ന് പുരുഷന്മാർ സുബ്ഹാനല്ലാഹ് എന്ന് പറയലും സ്ത്രീകൾ കൈകൊട്ടലുമാണ് നമസ്കാരത്തിലെ ഓർമ്മപ്പെടുത്തൽ എന്ന നിയമം ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു. അപ്പോൾ മിണ്ടാതെക്കാൻ അവരെന്ത് ചെയ്തു? അവരുടെ തുടകളിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കൈകൊണ്ട് കൊട്ടിയിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി മിണ്ടാതെക്കാനാണ്, അങ്ങനെ ഞാൻ മിണ്ടാതിരുന്നു. നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. സഹോദരങ്ങളെ, മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ് മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻഹു, വല്ലാഹി പടച്ചോനാണേ സത്യം,
അന്ന് എനിക്ക് റസൂലുള്ള പഠിപ്പിച്ചതുപോലത്തെ ഒരു അധ്യാപകനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും നല്ല അധ്യാപന രീതിയിലാണ് അന്ന് പ്രവാചകൻ എന്നോട് പെരുമാറിയത്. ഫവല്ലാഹി, അല്ലാഹുവാണേ സത്യം, മാ കഹറനി വലാ ലറബനി വലാ ശതമനി, എന്നെ ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ എന്നോട് തട്ടിക്കയറുകയോ എന്നെ അടിക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ കാല സ്നേഹത്തോടെ പ്രവാചകൻ എന്ന ഗുരുനാഥൻ എന്നോട് പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത ലാ യസ്ലുഹു ഫിഹാ ശൈഉം മിൻ കലാമിൻ നാസി. ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ ആളുകളോട് സംസാരിക്കാനുള്ളതല്ലേ. ഇന്നമാ ഹുവ തസ്ബീഹു വ തക്ബീറു വ ഖിറാഅത്തുൽ ഖുർആൻ. ഖുർആൻ ഓതുക, തസ്ബീഹ് ചൊല്ലുക, അൽഹംദുലില്ലാഹ് പറയുക, അല്ലാഹു അക്ബർ പറയുക, ഇതിനൊക്കെ ഉള്ളതാണ് നിസ്കാരം. അപ്പൊ തുമ്മിയ ആള് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന് തെറ്റില്ല, കാരണം അത് അള്ളാഹുവിനെ സ്തുതിക്കലാണ്. പക്ഷേ യർഹമുക്കല്ലാ, നിനക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു. കുൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്നി ഹദീസു അഹദിൻ ബി ജാഹിലിയ, ഞാൻ ഇപ്പം ഇസ്ലാമുക്ക് വന്നിട്ടുള്ളി, ഞാൻ ഇസ്ലാമുക്ക് വന്നൊരു പുതുമുസ്ലിമാണ് ഞാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഖദ് ജാ അല്ലാഹു ബിൽ ഇസ്ലാം, അള്ളാഹു എനിക്ക് ഇസ്ലാം എന്ന ഹിദായത്ത് തന്നതാണ്. വ ഇന്ന മിന്നാ റിജാലൻ യഅ്തൂനൽ കുഹാന, ചില ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ജ്യോത്സ്യന്മാരെയൊക്കെ സമീപിക്കുന്നുണ്ട്, അത് പറ്റുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശകുനം നോക്കുന്ന കുറെ ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊക്കെ അവര് കളവ് വിശ്വസിക്കുകയാണ്, അതുകൊണ്ട് അത് നീ സ്വീകരിക്കാൻ പാടില്ല, അതിന്റെ പേരിൽ ഒരു വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ, ശകുനം പേടിച്ച് മാറിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. കാല, അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറയാണ്, വകാനത്തിലി ജാരിയത്തുൻ തർആ ഗനമൻ ലി, എനിക്ക് ഒരു ആടിനെ നോക്കുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ട്. അവളിങ്ങനെ ആടിനെ നോക്കുന്ന സമയത്ത് ഒരു ചെന്നായ വന്ന് ആടിനെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ അശ്രദ്ധ കൊണ്ടാണല്ലോ ആ ആട് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന ദേഷ്യം വന്നിട്ട് ഞാൻ എൻ്റെ ആ അടിമ പെണ്ണിനെ അടിച്ചു. അത് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്യാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല, അടിമകളെ ഇങ്ങനെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അഫല ഉഅ്തിഖുഹ, റസൂലെ, ഞാൻ എന്ന് അവളെ മോചിപ്പിച്ചാലോ, അടിമത്തത്തിൽ നിന്ന് അവളെ ഞാൻ മോചിപ്പിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു. കാല, അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇഅ്തീനി ബിഹ, ഓളങ്ങോട്ട് കൊണ്ടുവാ. അങ്ങനെ ഞാൻ എൻ്റെ അടിമ പെണ്ണുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫഅതൈതു ബിഹാ ഫഖാല ലഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് ചോദിച്ചു, അയ്നല്ലാഹ്, അല്ലാഹു എവിടെയാണ് പെണ്ണേ? കാലത്ത്, അവൾ പറഞ്ഞു, ഫിസ്സമാ, അല്ലാഹു ഉപരിയിലാണ്. കാല, മൻ അന, ഞാനാരാണ് പെണ്ണേ? കാലത്ത്, അവൾ പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. കാല, അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഅ്തിഖഹ ഫഇന്നഹാ മുഅ്മിന, ഇവളെ മോചിപ്പിക്ക്, ഇവൾ ഈമാനുള്ളൊരു പെണ്ണാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതിന്റെ അവസാന ഭാഗം പലപ്പോഴായി നമ്മൾ കേൾക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സംഭവം ഇത് മുആവിയത്ത് ഇബ്നുൽ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹുവിന്റെ അടിമപ്പെണ്ണുമായി ബന്ധപ്പെട്ട സംഭവമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, അലാ തഅ്മനൂനി വ അന അമീനു മൻ ഫിസ്സമാ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ആകാശത്തുള്ളവന്റെ വിശ്വസ്തനാണ് ഞാൻ, ആകാശത്തുള്ള അള്ളാന്റെ വിശ്വസ്തനാ ഞാൻ, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ? അപ്പോൾ ആകാശത്തുള്ളവനാണ് അള്ളാഹു എന്നതിന് ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ട് എന്നതാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും രാത്രിയുടെ 1/3 ബാക്കിയാകുമ്പോൾ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതും അള്ളാഹു ഉപരിയിലാണ് എന്നതിനുള്ള തെളിവാണ്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മലക്കുകൾ, പകലിന്റെ മലക്കുകളും രാത്രിയുടെ മലക്കുകളും മാറി മാറി വരുമെന്നും അവർ അസ്റിലും സുബ്ഹിലും പരസ്പരം കണ്ടുമുട്ടുമെന്നുമൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ള പറയാണേ, ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ ഉപരിയിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പൊ അള്ളാഹു ഉപരിയിലാണ് എന്നാണ് ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത്. ഒറ്റ വാചകം കൂടി പറയാം. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ല പറയാണ്, അല്ലാഹു ഫിസ്സമാ, അള്ളാഹു ഉപരിയിലാണ്, ആകാശ ലോകത്താണ്. വഇൽമുഹു ഫീ കുല്ലി മകാൻ, എന്നാൽ അവന്റെ അറിവ് എല്ലാ സ്ഥലത്തുമുണ്ട്. ലാ യഖ്ലു മിൻഹു ഷൈഉൻ, അതിൽ നിന്ന് ഒന്നും ഒഴിവാവുകയില്ല. അവന്റെ അറിവിൽ നിന്ന് അവൻ അറിയാത്തതായി ഒന്നും ഈ ലോകത്ത് ഇല്ല എന്ന്
ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ല പറയുകയാണ്. ഇനി ആയത്തിലേക്ക് തന്നെ നമുക്ക് നോക്കാം, അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വിശദീകരിക്കാം. ലഖദ് തീർച്ചയായും അൻസൽനാ നാം ഇറക്കിയിട്ടുണ്ട് ഇലൈക്കും നിങ്ങളിലേക്ക് കിതാബ ഒരു വേദഗ്രന്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേദഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. കിതാബ് ഒരു ഗ്രന്ഥം, ഒരു വേദഗ്രന്ഥം അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ഇവിടെ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ ഖുർആനിനെ പറ്റിയും തൗറാത്തിനെ പറ്റിയും ഇഞ്ചീലിനെ പറ്റിയും നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന രേഖയെ പറ്റിയും ഒക്കെ കിതാബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന കിതാബ് എന്താണ്? ഖുർആനാണ് അല്ലേ? വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹ്, രേഖ വെക്കപ്പെടും. അവിടെ കിതാബ് എന്നാ പറഞ്ഞത്. ആ കിതാബ് വലത് കൈയിൽ കിട്ടും ഇടത് കൈയിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കിതാബ് എന്നാണ് അള്ളാഹു അതിനുപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഊത്തുൽ കിതാബ് ഗ്രന്ഥം നൽകപ്പെട്ടവർ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അഹ്ലു കിതാബ് എന്നാ പറയാ. ഗ്രന്ഥം നൽകപ്പെട്ടവർ, അവിടെ ഉദ്ദേശിക്കുന്നത് തൗറാത്തും ഇഞ്ചീലും ഒക്കെയാണ്. ഇവിടെ അള്ളാഹ് പറയാണ് കിതാബൻ, ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. യഅനി അൽ ഖുർആൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് എന്ന് മുഫസ്സിറുകൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 10-ാമത്തെ ആയത്തിൽ പറയുന്ന ലഖദ് അൻസൽനാ ഇലൈക്കും, തീർച്ചയായും നാം നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് കിതാബൻ ഒരു വേദഗ്രന്ഥം. ഇവിടെ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ് എന്നാണ് നമ്മൾ അവസാനമായി സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിന് കിതാബ് എന്ന് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ദീർഘമായി ആ ഭാഗം വിശദീകരിക്കുന്നില്ല, ചിലതു മാത്രം പറയാ. സൂറത്തുൽ ബഖറയിൽ തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലേ? തുടക്കത്തിൽ തന്നെ അള്ളാഹു പറയാം അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് ദാലിക്കൽ കിതാബ്, അതാണ് ഗ്രന്ഥം. ആ ഗ്രന്ഥമുണ്ടല്ലോ ലാ റൈബ ഫീഹി, അതിൽ സംശയത്തിന് വകുപ്പില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള മാർഗദർശനമാണത്. അള്ളാഹു ഖുർആനെ കുറിച്ച് കിതാബ് എന്ന് ആദ്യമായി ഉപയോഗിക്കുന്നത് അവിടെയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പേര് തന്നെ ഉമ്മുൽ കിതാബ് എന്നാണ്. ഒരു പേര് എന്താണ്? ഉമ്മുൽ കിതാബ്. ഇനി പറയാൻ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെയും മൂലധാതുവാണ് ആ സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുള്ളത്. ഈ വിശുദ്ധ ഖുർആൻ എന്ന കിതാബിന്റെ ഉമ്മാണ് ഫാത്തിഹ എന്നർത്ഥം. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, സൂറത്തു സ്വാദിലെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇതൊക്കെ നമ്മളെ മനസ്സിൽ തട്ടേണ്ട ആയത്താണ്. അള്ളാഹ് പറയാണ് കിതാബുൻ, ഒരു ഗ്രന്ഥമുണ്ട്, അൻസൽനാഹു നാം നിങ്ങൾക്ക് അതിനെ ഇറക്കി തന്നത്, അൻസൽനാഹു ഇലൈക മുബാറക് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാ നിങ്ങൾക്ക് ഇറക്കി തന്നത്. അതെന്തിനാ? ലിയദ്ദബ്ബറു ആയാതിഹി, ഈ ഖുർആനിലെ ആയത്തുകൾ നിങ്ങൾ ഉറ്റാലോചിക്കാനാണ്. ഖുർആൻ കേവല പാരായണത്തിന് തന്നെ പ്രതിഫലമുണ്ടെങ്കിലും ഖുർആൻ അവതരിപ്പിച്ചത് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മളിങ്ങനെ പഠിക്കണില്ലേ ഒരായത്ത്, വാക്കുകൾ, അത് എത്ര തവണ വന്നു, അതിൻ്റെ ആശയം എന്താണ്, ഈ ആശയം എവിടെയൊക്കെ വന്നിട്ടുണ്ട്, എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെയൊക്കെ തദബ്ബുർ ചെയ്യുക, അതിനു വേണ്ടിയായി ഖുർആൻ നാം ഇറക്കി തന്നത്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ കൂടുതൽ ചിന്തിച്ചു പഠിക്കാനാ, ആഴത്തിൽ മനസ്സിലാക്കാനാ ഈ ഗ്രന്ഥം ഇറക്കി തന്നത് എന്ന് ഖുർആനിനെ കുറിച്ച് കിതാബ് എന്ന പ്രയോഗം അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 92-ാമത്തെ ആയത്തിലും വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. സൂറത്തുൽ അൻആമിലെ 155-ാമത്തെ ആയത്തിലും ഇതേ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ചില സൂറത്തുകളൊക്കെ തുടങ്ങുന്നത് തന്നെ കിതാബ് എന്ന പ്രയോഗം കൊണ്ടാണ്. സൂറത്ത് ഹൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചത് എങ്ങനെയാണ്? അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു, കിതാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ഹൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, സൂറത്തു ഹൂദിലെ 17-ാമത്തെ ആയത്തിലും അള്ളാഹു ഈ കാര്യം ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്.
സൂറത്തു ഇബ്രാഹിമിന്റെ തുടക്കം തന്നെ എന്താ? അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. എന്താ സഹോദരങ്ങൾ, ആ ആയത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു വല്ലാത്ത ഗ്രന്ഥമാണ് നമുക്കത് മനസ്സിലാകും. ഈ ഗ്രന്ഥം, ഈ വിശുദ്ധ ഖുർആൻ അത് വല്ലാത്ത ഒരു ഗ്രന്ഥമാണ് എന്നാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കിതാബ്, ഇത് ഒരു ഗ്രന്ഥം തന്നെയാണ്, ഇത് വേദഗ്രന്ഥം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത് ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറക്കി തന്ന ഒരു വല്ലാത്ത അനുഗ്രഹമായ ഒരു കയറാണിത്. സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, കിതാബുല്ലാഹ് ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർള്. ഞാൻ പലപ്പോഴായി പറയുന്ന ഒരു ഹദീസാണ്. കിതാബുല്ലാഹ്, അള്ളാന്റെ ഗ്രന്ഥമായ ഈ ഖുർആൻ, ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർള്. ഹബ്ലും മംദൂദ്, നീട്ടിയിട്ടിട്ടുള്ള ഒരു കയറാണ്, മിനസ് സമായി, ആകാശത്തു നിന്ന്, ഇലൽ അർളി, ഭൂമിയിലേക്ക്. അള്ളാഹു ഈ കയറിൽ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. വിശ്വാസികളെ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്ക് വേണ്ട വെള്ളവും വായുവും തന്ന നമ്മുടെ രക്ഷിതാവായ അള്ളാഹു നമുക്ക് വേണ്ടി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് നീട്ടിയിട്ടിട്ടുള്ള കയറാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ കയറിൽ പിടിച്ച് മുന്നേറാൻ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഹദീസ് ഇമാം അൽബാനി അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ജാമിഇൽ 2457 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങിയതാണ് എന്ന പ്രയോഗം. ഇപ്പോൾ അള്ളാഹു ഇറക്കിയതാണ് ഗ്രന്ഥം എന്ന് പറഞ്ഞല്ലോ, ഇത് തൻസീലാണ്. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണെന്നുള്ളതിൽ സംശയം വേണ്ട. ഖുർആൻ പറയുകയാണേ, സൂറത്തുൽ ഹാഖയിലെ 41 മുതൽ 43 വരെയുള്ള ആയത്തുകൾ നോക്കിയാൽ കാണാം, വമാ ഹുവ ബിഖൗലി ശാഇർ, ഇതൊരു കവിതയുടെ കവിതാശകലങ്ങളല്ല, ഖലീലൻ മാ തുഅ്മിനൂൻ, പക്ഷെ കുറച്ച് ആളുകളെ അത് വിശ്വസിക്കുന്നുള്ളൂ. വലാ ബിഖൗലി കാഹിൻ, ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുകളല്ല, ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങളിൽ ചിന്തിക്കുന്നവർ കുറവാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. സുഹൃത്തുക്കളെ, അതൊക്കെ നമുക്ക് കിട്ടുന്ന ധൈര്യമാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥാണിത്, അത് ലോകരക്ഷിതാവിങ്കിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥത്തിലാ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്. സൂറത്തു യാസീനിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, തൻസീലൽ അസീസിർ റഹീം. സൂറത്തു ഗാഫിർ 40-ാം അധ്യായം 2-ാമത്തെ വചനം, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. സൂറത്തു അശ്ശുറായിലെ 192, 193 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹിർ റൂഹുൽ അമീൻ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇതുകൊണ്ട് ഇറങ്ങിയിട്ടുള്ളത്, അള്ളാഹുവിൽ നിന്നാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തൻസീലും മിനർ റഹ്മാനിർ റഹീം. സൂറത്ത് ഫുസ്സിലത്തിലെ 2-ാമത്തെ ആയത്താണ്. സൂറത്ത് ത്വാഹ നമ്മൾ പഠിച്ച സമയത്ത് അതിലെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ, ഭൂമിയെയും ഉന്നതങ്ങളായ ആകാശങ്ങളെയും സൃഷ്ടിച്ച സ്രഷ്ടാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാകുന്നു ഇത്. എന്നിട്ട് ആയത്തിന്റെ അടുത്ത ഭാഗം നോക്കി നിങ്ങൾ, ഫീഹി ദിക്റുക്കും, ഫീഹി, ഈ ഗ്രന്ഥത്തിലുണ്ട്, ദിക്റുക്കും, നിങ്ങൾക്കുള്ള ഉത്ബോധനം, ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്കുള്ള ഉത്ബോധനവും ഉപദേശവും ഉണ്ട് എന്ന് പറയുമ്പോൾ ധൈര്യമായി നമുക്ക് ഈ ഗ്രന്ഥം സ്വീകരിക്കാൻ പറ്റും. പണ്ഡിതന്മാർ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? ലഖദ് അൻസൽന ഇലൈക്കും ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ളത്, ഫീഹി, അതിലുണ്ട്, ഇസ്സുക്കും, നിങ്ങളുടെ അഭിമാനം. ഖുർആൻ നമുക്കൊരു അഭിമാനം, ആരുടെ മുന്നിലും നമുക്ക് ചെന്ന് പറയാം, ഞങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിലാണ്. ഷറഫുക്കും, ഇത് നിങ്ങൾക്കൊരു അഭിമാനമാണ്, ഒരു അന്തസ്സാണ്. ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും. ഇത് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഈ ഖുർആൻ നമ്മൾ അംഗീകരിച്ച് അതിൽ ഉള്ള നിയമങ്ങൾ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഇഹലോകത്തും പരലോകത്തും ഇത് നമുക്ക് ഒരു അഭിമാനമാണ്, ഒരു പ്രതാപമാണ്, ഒരു ഉന്നതിയാണ്, ഒരു അന്തസ്സാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ പഠിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ദിക്റുക്കും,
നിങ്ങൾക്കുള്ള ഉത്ബോധനം എന്നതിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഷറഫുക്കും, നിങ്ങൾക്കുള്ള ഒരു ഉന്നതിയാണ്, ഒരു അന്തസ്സാണ് ഇത്. ഇമാം മുജാഹിദ് റഹിമഹുല്ല പറഞ്ഞത് ഹദീസുക്കും, ഇത് നിങ്ങൾക്കുള്ള വല്ലാത്തൊരു സംസാരമാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്വീകരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു ദീനുക്കും, ഈ ഖുർആൻ നിങ്ങളുടെ ദീനാണ്, നിങ്ങളുടെ മത നിയമങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സിലബസ് ആണ് എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുകയാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലയും അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വൽ മുറാദു ബിദ്ദിക്രി ഹുന അഷ്റഫു, ഇവിടെ ദിക്റുക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷറഫാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് ദിക്ർ എന്ന് പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ പറയാണ് വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക, ദിക്രി എന്ന് പറഞ്ഞ എൻ്റെ ഉത്ബോധനം. വിശ്വാസികളെ, നമ്മൾ ഇത് പഠിച്ചു പോകുമ്പോൾ, ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിക്ക് വരേണ്ടത് എന്താണെന്നറിയോ? ഒന്ന്, അള്ളാഹു ഉപരിയിലാണ്. രണ്ട്, അള്ളാഹു ഇറക്കിയതാണ് ഖുർആൻ. മൂന്ന്, ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ്, കിതാബാണ്. നാല്, ഇതിൽ നമുക്കുള്ള അന്തസ്സും അഭിമാനവും നമുക്കുള്ള ഉത്ബോധനവും ഉപദേശവും ഉണ്ട്. അതുകൊണ്ട് ഈ ഉത്ബോധനവും ഈ ഉപദേശവും നമ്മൾ സ്വീകരിക്കണം, അതിന് ബുദ്ധി കൊടുത്ത് ചിന്തിക്കണം. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താ? അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കുക, അഫലാ തഅഖിലൂൻ, എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ അഖില് ഉപയോഗിക്കുന്നില്ലേ? നിങ്ങളെ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? കാര്യങ്ങൾ ചിന്തിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. പണ്ഡിതന്മാർ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, ഖുർആനിൽ 14 സ്ഥലത്ത് വന്നിട്ടുള്ളൊരു ചോദ്യമാണിത്. ഖുർആനിലെ 14 സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. അതിൽ 13 അഫലാ തഅഖിലൂൻ എന്നും ഒരു സ്ഥലത്ത് അഫലാ യഅഖിലൂൻ എന്നുമാണ്. ഇങ്ങനെ 14 സ്ഥലത്ത് ചിന്തിക്കുന്നില്ലേ, ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ. പിന്നെ അഫലാ തദക്കറൂൻ ഒക്കെ വേറുണ്ട്. ഈ ഒരു അഖില് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 14 സ്ഥലങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ ആർക്കും വേഗത്തിൽ മനസ്സിലാകുന്ന ഉദാഹരണങ്ങളും ഉപമകളും പറഞ്ഞുകൊണ്ട് എന്നിട്ടും എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന ഖുർആനിന്റെ ചോദ്യം സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിൽ തട്ടണം. ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ ആ കാര്യം ചോദിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് സുപരിചിതമായ ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 44. ഞാൻ തുടക്കം പറയുമ്പോൾ ബാക്കി നിങ്ങൾ ഓതണം. അതഅ്മുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. എന്തൊരു ചിന്തിപ്പിക്കുന്ന വചനമാണ് സഹോദരങ്ങളെ അത്. അല്ലാഹ് ചോദിക്കാണ്, അതഅ്മുറൂനന്നാസ ബിൽ ബിർരി, ജനങ്ങളോട് നിങ്ങൾ നന്മ കൽപ്പിക്കുകയാണോ? വതൻസൗന അൻഫുസകും, സ്വന്തം കാര്യം നിങ്ങൾ മറന്നു പോവുകയും ചെയ്യുകയാണോ? വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ ഗ്രന്ഥം വായിക്കുന്നവരുമല്ലേ? അഫലാ തഅഖിലൂൻ, എന്നിട്ടും എന്തേ നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാത്തത്, കാര്യങ്ങൾ പഠിക്കാത്തത് എന്തേ? അള്ളാഹു കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെക്കുറിച്ച്, ഇടിയെക്കുറിച്ച്, മിന്നലിനെക്കുറിച്ച്, അതുപോലെ തന്നെ ആകാശങ്ങളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് ഒക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടെ ചോദിക്കും, ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠമില്ലേ ഇതിൽ? ആകാശങ്ങളെക്കുറിച്ച് മാത്രം ഒരാൾ പഠിച്ചാൽ, കാർമേഘങ്ങളെക്കുറിച്ച് ഒരാൾ പഠിക്കാൻ തയ്യാറായാൽ, പൂമ്പാറ്റകളെക്കുറിച്ച് ഒരാൾ പഠിക്കാൻ തയ്യാറായാൽ, ഉറുമ്പുകളെക്കുറിച്ച് ഒരാൾ പഠിച്ചാൽ, തേനീച്ചകളെക്കുറിച്ച് ഒരാൾ പഠിച്ചാൽ, എട്ടുകാലിയുടെ വലയെക്കുറിച്ച് മാത്രം ഒരാൾ പഠിച്ചാൽ അവൻ അതിൻ്റെ പിന്നിലുള്ള റബ്ബിനെ കണ്ടെത്തും. എത്ര ഡിസൈനിങ് ആണ് അത് അല്ലേ? എന്തൊരു കൃത്യമാണ്. ഒന്നും വേണ്ട, റുമ്മാൻ ഇങ്ങനെ പൊളിച്ചിട്ട്, ഉറുമാമ്പഴം പൊളിച്ചിട്ട് ഇങ്ങനെ നോക്കിയാലേ അതിനു പിന്നിൽ അതിനെ സൃഷ്ടിച്ച റബ്ബിനെ കണ്ടെത്താൻ പറ്റും. സുഹൃത്തുക്കളെ, ആരാണത് കൃത്യമായി അടുക്കി വെച്ചത്? എന്തൊരു കൃത്യമായി അല്ലേ? അതിനിടയിൽ ഓരോ പാടൊക്കെ കൊടുത്തിട്ട് വേറെ വേറെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് എന്തൊരു ഭംഗിയിലാണ് എല്ലാം അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അഫലാ തഅഖിലൂൻ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. സൂറത്തുർ റൂം ഖുർആനിന്റെ 30-ാമത്തെ അധ്യായമാണ്. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടെ ആയത്ത് ആരംഭിച്ചത് വമിൻ ആയാതിഹി,
വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ കാണാം. വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബ്, നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത് അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, അല്ലേ? എപ്പോഴും നമ്മൾ നിക്കാഹ് ഖുതുബയിലൊക്കെ കേൾക്കുന്ന ആയത്താണ്. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ തന്ന് നിങ്ങളെ പരസ്പരം ഇണകളായി സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർള് വഖ്തിലാഫി അൽസിനതികും വഅൽവാനികും, ഖുർആൻ സൂറത്തുർ റൂമിൽ പഠിപ്പിച്ച 22-ാമത്തെ ആയത്താണ്. വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നു, പകലിൽ നിങ്ങൾ ഉപജീവനം തേടുന്നു, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ, ഇടിമിന്നൽ, ഖൗഫൻ വ തമഅ, നിങ്ങൾക്ക് പേടിയുമുണ്ട്, മഴ പെയ്യുമെന്ന പ്രതീക്ഷയുമുണ്ട്. നല്ല മഴ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് കാർമേഘമൊക്കെ കൂടി നല്ല ഇടിമിന്നലൊക്കെ വന്നാൽ നമുക്ക് പേടിയുണ്ട്, പ്രതീക്ഷയുണ്ട്, മഴ പെയ്യോലോ എന്നൊരു പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ ആ മഴ പെയ്ത് ഭൂമിയിൽ നിന്ന് സസ്യലതാദികളൊക്കെ ഇങ്ങനെ മുളച്ചു വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? 30-ാം അധ്യായം 24-ാമത്തെ ആയത്ത്, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഖിലൂൻ. ഇന്ന ഫീ ദാലിക ലആയാത്ത്, തീർച്ചയായും ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. ലിഖൗമിൻ യഖിലൂൻ, ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക്. ഇതിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ വമിൻ ആയാതി ഉണ്ടല്ലോ കുറെ, ഇതിലൊക്കെ ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ആലോചിച്ചാൽ പോലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എത്ര അത്ഭുതമാണെന്ന് കണ്ടെത്താൻ പറ്റും. 24 മണിക്കൂറും നമ്മളറിയാതെ മിടിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ ഹൃദയം, അല്ലേ? നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന നമ്മുടെ കിഡ്നി നമ്മളറിയാതെ ഇങ്ങനെ രക്തം ഇങ്ങനെ ശുദ്ധീകരിക്കുക. അതെങ്ങാനും പണി മുടക്കിയാൽ പിന്നെ ഡയാലിസിസിന് എത്ര സംഖ്യ കൊടുക്കണം, എത്ര പ്രയാസപ്പെടണം, എത്ര വേദന സഹിക്കണം. അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ശരീരം പോലും അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യം ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് നമ്മുടെ റബ്ബിനെ കണ്ടെത്താൻ കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം. സൂറത്തുൽ ജാസിയയിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ റിസ്ഖിൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വതസ്രീഫിർ റിയാഹ് ആയാതുൽ ലിഖൗമിൻ യഖിലൂൻ. ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് അതൊക്കെ വലിയ സംഭവമാണ്. എങ്ങനെ? അള്ളാഹു ഭൂമിയിലേക്ക് മഴയിറക്കി സസ്യങ്ങൾ മുളച്ച് പലതും മുളച്ചു വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട്, കാറ്റടിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട്, മഴയെക്കുറിച്ച് പറഞ്ഞിട്ട്, രാവും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് ആയാതുൽ ലിഖൗമിൻ യഖിലൂൻ, അഖിലുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ ചിന്തിക്കാൻ മാത്രമുള്ള ദൃഷ്ടാന്തമുണ്ട്. സുഹൃത്തുക്കളെ, എന്നു മാത്രമല്ല 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 67-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബി തത്തഖിദൂന മിൻഹു സകറൻ വരിസ്കൻ ഹസന, നിങ്ങൾ ഈത്തപ്പഴം, മുന്തിരി, അതിൻ്റെ വള്ളി, അതിൻ്റെ തോട്ടം, അതിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കുന്ന പഴം ഒക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യഖിലൂൻ, ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ ചിന്തിക്കാൻ വകുപ്പുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിലെ 68-ാമത്തെ 36-ാം അധ്യായം 68-ാമത്തെ ആയത്തിൽ പറഞ്ഞത് നമുക്കൊക്കെ ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. എന്താണെന്നറിയോ? അള്ളാഹു പറയാണ്, വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി അഫലാ യഖിലൂൻ, ഞാൻ ആർക്കെങ്കിലും ദീർഘായുസ് കൊടുക്കുകയാണെങ്കിൽ അവര് പഴയ രൂപത്തിലേക്ക് ഞാനിങ്ങനെ മടക്കി കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എങ്ങനെ? ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഉഷാറിൽ ഇങ്ങനെ പോകും, അല്ലേ? യുവത്വത്തിൻ്റെ തുടിപ്പ്, അത് കഴിഞ്ഞ് ഇങ്ങനെ അതിങ്ങനെ കുറഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരു പ്രായത്തിലെത്തി വീണ്ടും ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പഴയ പോതിൽ ഇങ്ങോട്ട് തിരിച്ചു വരിക ചെയ്യുക. നുനക്കിസ്ഹു എന്നല്ല പറഞ്ഞ് ചുരുക്കി ഇങ്ങോട്ട് കൊണ്ടുപോകും, തിരിച്ചിങ്ങോട്ട് മടക്കും. എത്രത്തോളം ചോദിച്ചാൽ കുട്ടികൾ നേരെ നടക്കാൻ പറ്റാതെ എഴുന്നേറ്റ് ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കണ കുട്ടികളില്ലേ, ആ കുട്ടികളെ പോലെ പ്രായം ഇങ്ങനെ കൂടുമ്പോൾ പിന്നെ വടി വേണം, വീൽ ചെയർ വേണം, അല്ലേ? ആരെങ്കിലും ഒപ്പം പിടിക്കണം. എന്നിട്ട് അള്ളാഹു ഇത് പറഞ്ഞിട്ട് പറയണേ, അഫലാ യഖിലൂൻ, ഒന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിച്ചൂടെ?
ഞാനാണ് അവരെ ഈ രൂപത്തിലേക്ക് ആക്കുന്നത്, എന്നെ മാത്രം ആരാധിക്കണമെന്ന് അവർക്കൊന്ന് ചിന്തിച്ചുകൂടെ? എൻ്റെ കൽപ്പനകൾ പാലിക്കണം എന്ന് അവർക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സഹോദരങ്ങളെ, ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവർക്ക് അബദ്ധങ്ങൾ പറ്റും. ഖുർആൻ പറയാണ് സൂറത്തുൽ ഹുജറാത്തിലെ 4-ാമത്തെ ആയത്തിലൂടെ, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്. മുറിയുടെ അപ്പുറത്തുനിന്ന് പ്രവാചകൻ എങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുക? സൂറത്തുൽ ഹുജറാത്തിന്റെ പശ്ചാത്തലം അറിയാലോ. ഇങ്ങനെ അടങ്ങാറാക്കുക. അള്ളാഹു പറയാണ് അങ്ങനെ അവർ ചെയ്യുന്നില്ലേ. എന്താ പ്രശ്നം എന്നറിയോ? അക്സറുഹും ലാ യഅഖിലൂൻ. അവരിൽ അധികം ആളുകളും ചിന്തിക്കാത്തവരാണ്, കാര്യങ്ങൾ ഗ്രഹിക്കാത്ത, ബുദ്ധി കൊടുക്കാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് അവർ താങ്കളെ ശല്യം ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ബുദ്ധി ഉപയോഗിച്ച് പ്രമാണങ്ങൾ നിഷേധിക്കരുത്. എങ്ങനെ? പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച ആശയങ്ങളെ, ആദർശങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമാണ് നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ കേവല ബുദ്ധി കൊണ്ട്, പരിമിതമായ ബുദ്ധി കൊണ്ട് അള്ളാഹു പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച അധ്യാപനങ്ങളെ നിഷേധിക്കുന്ന, തള്ളിക്കളയുന്ന അവസ്ഥ വിശ്വാസികളെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത് എന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലെ ഒന്നാണ് ഖദറിന്റെ വിഷയം. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എനിക്കത് മനസ്സിലാകണില്ല, എങ്ങനെയപ്പോൾ അത് എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ച് അള്ളാഹി റസൂലിനെ നിഷേധിക്കുന്നിടത്തേക്ക് എത്തുന്ന ഒരു വിഷയമാണ് ഖദർ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം നമ്മളോട് പ്രത്യേകം ഗൗരവമായി താക്കീത് നൽകിയിട്ടുള്ളത്. ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അവർ പറയാണ്, വനഹ്നു നതനാസഉ ഫിൽ ഖദർ. ഞങ്ങൾ ഖദറിന്റെ വിഷയത്തിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് കയറി വന്നത്. പ്രവാചകൻ ഇത് കേട്ടപ്പോ ഫഗളിബ, പ്രവാചകൻ ദേഷ്യപ്പെട്ടു. ഹത്താ ഹ്മറ വജൂഹു, പ്രവാചകന്റെ മുഖം വിവർണമായി, മുഖം ചുമന്നു. ചില ഹദീസിൽ കാണാം ഉറുമാമ്പഴത്തിന്റെ നിറം പോലെ പ്രവാചകന്റെ മുഖം തുടുത്തു. ദേഷ്യം കൊണ്ട് പ്രവാചകന്റെ മുഖം വിവർണമായി. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അബിഹാദ ഉമിർത്തും അംബിഹാദ ഉർസിൽതു ഇലൈക്കും. ഇതിനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? ഇതിനാണോ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ എന്താ ചെയ്യണത്? ഖദറിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണോ? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ഹീന തനാസഉ ഫീ ഹാദൽ അംരി. ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിച്ചപ്പോഴാണ് നിങ്ങളെ മുമ്പുള്ള സമൂഹങ്ങളൊക്കെ നശിച്ചു പോയത്. അസംതു അലൈക്കും, നിങ്ങളോട് എനിക്ക് ഉറപ്പിച്ചു പറയാനുണ്ട്, തറപ്പിച്ചു പറയാനുണ്ട്, അല്ലാ തതനാസഉ ഫീഹി, ഖദറിന്റെ വിഷയത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കരുത്. നമ്മളെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് എല്ലാം അള്ളാഹ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്താ? ഞാൻ നല്ലവനാകോ ചീത്ത ആളാകോ എന്നൊക്കെ അള്ളാഹുവിന് ആദ്യം അറിയുമല്ലോ, പിന്നെന്തിനാ ഞാൻ നിസ്കരിക്കണേ? സുഹൃത്തുക്കളെ, അങ്ങനെയാണെങ്കിൽ ആ ആളെന്താണ്? ഞാൻ ഇപ്പോൾ വാഹനങ്ങൾ ഇങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിലും റോഡ് ഇങ്ങോട്ട് മുറിച്ച് കടന്നാൽ എനിക്ക് അപകടം പറ്റൂലേ എന്ന് അള്ളാഹുവിന് അറിയാലോ, പിന്നെന്തിനാ ഞാൻ കാത്തിക്കണേന്ന് പറഞ്ഞിട്ട് എന്തോ മുറിച്ചടക്കാത്തത്? അവൻ അപകടം വരുന്ന വിഷയത്തിൽ ഓന് ഖദറിന് പേടിയുണ്ട്. മറ്റേ വിഷയത്തിൽ അള്ളാഹിനെ നിഷേധിക്കാൻ വേണ്ടി അവൻ പറയും, ഞാൻ നന്നാവണോ മോശമാകണോ എന്ന് അള്ളാഹ് തീരുമാനിച്ചതല്ലേ. പറയാൻ പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. അവിടെ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ദുകിറൽ ഖദറു ഫഅംസികൂ, ഖദറിനെ കുറിച്ച് സംസാരമുണ്ടായാൽ മിണ്ടാതിരുന്നോളൂ. മനുഷ്യന്റെ അടുത്ത് വന്ന് പിശാച് ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പത്തിലെ ഗൗരവമുള്ള കാര്യമാണ് ഇത്. പിശാച് അടുക്കൽ വരും, എന്നിട്ട് ചോദിക്കും, ഇതാരാ ഉണ്ടാക്കിയത്? നിന്നെ ആരാ സൃഷ്ടിച്ചത്? നിന്റെ ഉപ്പയെ ആരാ സൃഷ്ടിച്ചത്? ഇന്ന ആളുകളെയൊക്കെ ആരാ സൃഷ്ടിച്ചത്? അപ്പോൾ അള്ളാഹു നമ്മളെ മനസ്സിക്ക് ഉത്തരം വരും, ആ അള്ളാഹിനെ ആരാ സൃഷ്ടിച്ചത്? ശരിയാണല്ലോ അല്ലേ എന്ന് നീ ചിന്തിക്കരുത്. അവിടെ നിന്റെ സംസാരം, നിന്റെ ചിന്ത നീ നിർത്തണം, നിന്റെ ആലോചന നീ അവിടെ വെച്ച് അവസാനിപ്പിക്കണം.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ബുദ്ധി പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളെ കേവല ബുദ്ധി കൊണ്ട് പ്രമാണങ്ങളെ തള്ളുന്ന, ഇതിൻ്റെ ബുദ്ധിക്ക് യോജിക്കണില്ല, എനിക്കതാണ് മനസ്സിലാകണില്ല, അങ്ങനെയൊക്കെ ഇപ്പം ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് ഒന്നുകൂടി നോക്കുക. ലഖദ് തീർച്ചയായും അൻസൽന നാം ഇറക്കി ഇലൈക്കും നിങ്ങളിലേക്ക് കിതാബൻ ഒരു വേദഗ്രന്ഥം ഫീഹി അതിലുണ്ട് ദിക്റുക്കും നിങ്ങൾക്കുള്ള ഉപദേശം ഉത്ബോധനം അഫലാ തഅഖിലൂൻ എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതുകൊണ്ട് ഈ ഖുർആനാകുന്ന ഉത്ബോധ ഗ്രന്ഥത്തെ സ്വീകരിക്കുകയും നന്നായി പഠിക്കുകയും ചെയ്യുക. ഞങ്ങൾ ചിന്തിക്കുന്നവരാണ് റബ്ബേ എന്ന് റബ്ബിനോട് കൃത്യമായി മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ, നീ അതിന് ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ. നിന്റെ കലാമായ ഖുർആൻ ആഴത്തിൽ പഠിക്കാനും ആശയങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ജീവിതത്തിൽ തിന്മകളില്ലാത്ത ജീവിതം നയിക്കാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.